വിവിധ ക്ഷേത്രങ്ങളിൽ ഇന്ന് മുതൽ രാമായണ മാസാചരണത്തിന് തുടക്കം കുറിക്കുകയാണ്. എറണാകുളം പാവക്കുളം ക്ഷേത്രത്തിൽ നിന്നും കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, ഇനി ഒരു മാസക്കാലം ക്ഷേത്രങ്ങളിലൊക്കെ ഇനി രാമായണ പാരായണത്തിൻ്റെ ദിനങ്ങൾ കൂടിയാണ്. അവിടെ എങ്ങനെയാണ്, തിരക്കുകളുണ്ടോ? പിന്നെ കിരൺ എപ്പോഴെങ്കിലും രാമായണ പാരായണമൊക്കെ നടത്തിയിട്ടുണ്ടോ? ഇന്ന് രാവിലെ മുതൽ തന്നെ വിവിധ ക്ഷേത്രങ്ങളിലും വീടുകളിലും ഈ രാമായണ പാരായണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു മാസക്കാലം നോക്കിക്കഴിഞ്ഞാൽ മലയാളികളെ സംബന്ധിച്ച് രാമായണശീലികൾ പുണ്യം നിറക്കുന്ന ഒരു മാസക്കാലം കൂടി തന്നെയാണ്. ഏതായാലും വീടുകളെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ വീടുകളിൽ മുതിർന്നവരും കുട്ടികളൊക്കെ ഒരുമിച്ചിരുന്ന് ഈ രാമായണം ചൊല്ലുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഒപ്പം തന്നെ ഈ ദേഹരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ മാസത്തിൻ്റെ ഒരു പ്രത്യേകത കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ച് ആയുർവേദത്തിലും വലിയൊരു പ്രാധാന്യം ഉള്ളൊരു മാസം കൂടിയാണ് ഈ കർക്കിടക മാസം എന്നുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ ഏതായാലും ഈശ്വര ഭക്തിയിൽ മുഴുകിക്കൊണ്ട് ഈ പഞ്ഞമാസം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഒരു കർക്കിടക മാസത്തെ അതിനെ ആധ്യാത്മികതയുടെ രീതിയിലേക്ക് അല്ലെങ്കിൽ രാമമന്ത്രങ്ങൾ മുഴുകിക്കൊണ്ട് അതിനെ ഭക്തിസാന്ദ്രമാക്കുന്ന ഒരു കാഴ്ച തന്നെയായിരിക്കും ഇനി ഏതായാലും കേരളത്തിൽ ഒരു മാസ കാലഘട്ടം നമുക്ക് കാണാൻ സാധിക്കുക. ഏതായാലും രാമായണ മാസമായി ബന്ധപ്പെട്ടുള്ള രാമായണ പാരായണങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന പാവക്കുളം ക്ഷേത്രത്തിലടക്കം ഈ രാമായണ പാരായണം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും രാമായണ മാസത്തിൻ്റെ പ്രത്യേകത അതിനെക്കുറിച്ച് വിശദീകരിക്കാനായിട്ട് ഏതായാലും രാമായണ മാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് ഓമനക്കുട്ടേട്ടൻ എന്നുള്ള വ്യക്തി, അദ്ദേഹം കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, എങ്ങനെയാണ് ഈ ഒരു ദിവസത്തിൻ്റെ ഒരു സവിശേഷത മലയാളികളെ സംബന്ധിച്ച്? ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ധർമ്മത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ജീവിതം അതും വരും തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു മഹത്തായ ദൗത്യമാണ് ഇന്ന് സമാജം ഏറ്റെടുത്തിട്ടുള്ളത്. ഉത്തമനായ ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിത മൂല്യങ്ങൾ എല്ലാം തന്നെ വരുന്ന തലമുറയിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കുവാനുള്ള ഒരു ദൗത്യമാണ് ഇന്ന് സമാജം ഏറ്റെടുത്തിട്ടുള്ളത്. 1982 രാമായണ മാസാചരണം കേരളത്തിൽ ആരംഭിക്കുന്നത്. അതിനു മുമ്പും രാമായണം പാരായണം ചെയ്യുന്ന ഒരു ശീലം നമുക്കുണ്ടായിരുന്നു. പക്ഷെ അതിന് ലോപം വന്ന സമയത്താണ് വിശാല ഹിന്ദു സമ്മേളനം ഈ രാമായണ മാസാചരണം ആരംഭിക്കണം എന്ന് ആഹ്വാനം നൽകിയിട്ടുള്ളത്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള ആഘോഷ പരിപാടികളാണ് ഇന്ന് കേരളത്തിൽ ഉടനീളം നടന്നു വരുന്നത്. ഏതായാലും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീരാമൻ എന്നുള്ളത് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് മാതൃകാ പുരുഷോത്തമനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം അത് ഓരോരുത്തരിലേക്കും പകർന്നെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് രാമായണ മാസം ആചരിക്കപ്പെടുന്നത്. ഏതായാലും വീടുകളിലും ഒപ്പം ക്ഷേത്രങ്ങളിലുമൊക്കെ ഇന്ന് മുതിർന്നവരും കുട്ടികളൊക്കെ ഒരുമിച്ചിരുന്ന് ഈ രാമായണം ചൊല്ലുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇനിയൊരു മാസക്കാലഘട്ടം മലയാളികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ രാമായണ ശീലുകൾ കൊണ്ട് നിറയുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇനി കടന്നു പോകാൻ പോകുന്നത്.